കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMA-യുമായി 2 പേർ പിടിയിലായി. കൊടുവള്ളി സ്വദേശി റബിൻ റഹ്മാൻ, പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ മയക്കുമരുന്നിനെതിരെ ശക്തമായ പോരാട്ടമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാനായിട്ടുള്ള പരിശോധന സംസ്ഥാനത്ത് തുടരുന്നു. ഇതിനിടയിലാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് വീണ്ടും മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. MDMA-യുമായാണ് 2 പേർ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള റബിന്റെ വീട്ടിൽ അവർ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് 9.5 ഗ്രാം MDMA കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 38,000 രൂപ വിലമതിക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ യുവാവിൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഷാഫി എന്ന പാലക്കാട് പട്ടാമ്പി സ്വദേശിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബംഗളൂരിൽ നിന്നാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ MDMA കൊണ്ടുവരുന്നതെന്നും വലിയ രീതിയിൽ വലിയ അളവിൽ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കാര്യവും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 2 പേർക്ക് ഇത് എത്തിച്ചു നൽകിയവരെയും സംബന്ധിച്ച് എക്സൈസിൻ്റെയും അന്വേഷണം തുടരുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വിൽപ്പന ഈ വേളയിലൊക്കെ നടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും വിഷുവിൻ്റെ ഒരു ആഘോഷ മൂഡിലാണ് നാട്. ഒപ്പം തന്നെ ഈസ്റ്ററിൻ്റെ ആഘോഷവും ഈ നാളുകളിൽ വലിയ രീതിയിൽ വിൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബംഗളൂരിൽ നിന്ന് പ്രതികൾ എത്തിച്ചത്. അതിൽ വലിയ ശതമാനം വിൽപ്പന നടത്തി വളരെ ചെറിയ ഒരു അളവ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ 2 പേരെയും എക്സൈസ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.